ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. കേരള ടു കർണാടക വ്ളോഗാണ്. കർണാടക ഞാൻ കുഞ്ഞിലെ ഒരു 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫാമിലി ടൂറായിട്ട് പാലസിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അതായത് എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയുടെ മോള് എല്ലാവരും കൂടെയാട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ മിലുവിൻ്റെ ഫസ്റ്റ് ലോങ് ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം മാമോദിസ കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ ഈ ട്രാവൽ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ട് കാലുകുത്തി. അതായത് ബോർഡർ എത്തിയിട്ട് ഗുണ്ടൽപേട്ട് ബോർഡറാണ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി. ഇവിടെ നിന്ന് പിന്നെ കുറേ ദൂരം 4 കിലോമീറ്റർ കണക്കിന് കാടാണ് കേട്ടോ. രാത്രിയൊന്നും ഇതിലെ കൂടെ കടത്തി വിടത്തില്ല. ഇത്ര ടൈം ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ ഞങ്ങൾ പോകുന്നിടത്ത് ഒത്തിരി പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒത്തിരി ഹമ്പുണ്ട്, ഇഷ്ടം പോലെ ഹമ്പുണ്ട്. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളെടുത്ത ബസ്സിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ലോണം തന്നെ കുലുങ്ങി വന്നത്. പക്ഷേ മീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കുലുക്കം. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത്രയും നമ്മൾ ഭയങ്കര ഹമ്പാണ്. ഏറ്റവും ലാസ്റ്റ് സീറ്റും അതായത് കറക്റ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക്. രാവിലെ കഴിച്ചതൊക്കെ വാള് വെക്കുന്ന അവസ്ഥയിലായി വന്നെങ്കിലും പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ വാള് വെച്ചില്ല. അങ്ങനെ ഞങ്ങൾ കാടൊക്കെ കഴിഞ്ഞ് നേരെ എൻ്ററായി കേട്ടോ. എൻ്ററായപ്പോൾ ഫുള്ള് സൂര്യകാന്തി, പച്ചയും മഞ്ഞയും കൂടെ കലർന്ന് നിൽക്കുന്ന സൂര്യകാന്തിയും പിന്നെ ഉണങ്ങിപ്പോയ കുറേ സൂര്യകാന്തികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അടിയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇവർ നല്ലൊരു കേരള റെസ്റ്റോറൻറ്റിൽ ബസ് നിർത്തി അവിടെ നിന്ന് നല്ല ചോറും മീൻ വറുത്തതും നല്ല ഉപ്പേരിയും സാമ്പാറൊക്കെ കൂട്ടി അടിപൊളിയൊരു ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നല്ലോണം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതേ മൈസൂർ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേനും, കാരണം 5 മണി ആയത് ഞങ്ങളുടെ ബസ് ഭയങ്കര ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. 5 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി. പിന്നെ മമ്മിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അവർ വന്നപ്പം അവരുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഫസ്റ്റ് ബാഗും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അമ്മമാരെയും പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് വാങ്ങാനായിട്ട് പുറത്തിറങ്ങി. ഫുഡ് വാങ്ങാനായിട്ട് പോയപ്പോൾ കർണാടകയിൽ കേരള ഫുഡ് കിട്ടും, പക്ഷേ എവിടെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അവസാനം ഞങ്ങൾ ഉടുപ്പി ഹോട്ടൽ കണ്ടെത്തി. അവിടെ നിന്ന് ഫസ്റ്റ് കുടിച്ചു 2 കോഫി കേട്ടോ. കോഫി കുടിച്ചു. പിന്നെ അവിടെ നല്ലൊരു മസാല ദോശയും നല്ല അടിപൊളി ചട്നിയായിരുന്നു കേട്ടോ അവിടെ. അതും കൂടെ പാർസൽ മേടിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോകുന്നു. അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ മേക്കുട്ടി ഇതേ ഫസ്റ്റ് കുളിച്ച് സെറ്റായി റൂമിൽ കയറി അവളുടെ ബെഡ് പിടിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഒന്ന് സെറ്റായി കിടന്നുറങ്ങിയാൽ മതി. പക്ഷേ ഭയങ്കര ടയേർഡായിരുന്നു. ഒന്ന് കയറി കിടന്നുറങ്ങിയാൽ മാത്രം മതിയെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പോയി വേഗം കുളിച്ച് ഫ്രഷായി. നാളെ നമുക്ക് നമ്മുടെ റൂമിലോട്ട് മാറണം. ഇപ്പോൾ തൽക്കാലം ഇവിടെ റൂം എടുത്ത് സെറ്റായി നിന്നതാണ്. കാരണം രാത്രിത്തേനും നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒച്ചത്തി പറ. പിന്നെ എല്ലാവരും ഫ്രഷായി തന്നെ നേരത്തെ കിടന്നുറങ്ങി. രാവിലെ കോളേജിൽ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ. പിന്നെ രാവിലെ എണീറ്റ് ആ സെയിം ഉടുപ്പി ഹോട്ടലിൽ നിന്ന് തന്നെ 2 ഊത്തപ്പവും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു.